ഹായ്, പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുടുമോൻ നല്ല തിരക്കിലാണ് കേട്ടോ. അതേ സുടുമോൻ വിഷുവൊക്കെ ആയിട്ട് തലമുടിയൊക്കെ ഒന്ന് വെട്ടാനായിട്ട് ഞാൻ ഇരുത്തിക്കാണ് കേട്ടോ. മടിയിൽ ഇരുത്തിയിട്ടുണ്ട് സുടുമോനെ. ഇനിയിപ്പോൾ എത്രത്തോളം സമ്മതിക്കും, എത്രത്തോളം ഇരിക്കുന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം നിർത്തിയിട്ടാണ് കേട്ടോ ചേട്ടൻ വെട്ടണത്. അപ്പോൾ ഫസ്റ്റൊക്കെ ഇങ്ങനെ തുടക്കമൊക്കെ അങ്ങനെ അവൻ ഇരുന്നൊക്കെ തരും കേട്ടോ. നല്ല ആളൊക്കെ ആയിട്ട് നമ്മളോടൊക്കെ ഓരോന്ന് ചോദിച്ച് പിടിച്ചൊക്കെ അങ്ങനെ ഇരുന്ന് തരും. ലാസ്റ്റൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവന് ത്രീശ തലയൊക്കെ ഒന്ന് അങ്ങോട്ട് വെട്ടിച്ച് ഒന്ന് ഇങ്ങോട്ട് വെട്ടിച്ച് അപ്പോൾ ചേട്ടനെ വെട്ടാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിന്നും ഒക്കെ മാറിയൊക്കെ നിന്നിട്ടാണ് ഇട്ട് വെട്ടണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം എടുത്തിട്ടാണ് സുടുമോൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടണത്. നമ്മളത് ചെറിയ വീഡിയോസ് ആയാലും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുമ്പൊക്കെ ഇങ്ങനെ വെട്ടണത്, തുടക്കത്തിലേ വെട്ടണതൊക്കെ ഇങ്ങനെ തലയ്ക്കിട്ട് ഇതേപോലെ ചില സമയത്താണ് കേട്ടോ സുടുമോ ഒന്ന് തലയൊക്കെ ഒന്ന് അനങ്ങാണ്ടിരിക്കുള്ളൂ. അപ്പോൾ അത് അവനങ്ങനെ തോന്നണം. ചിലപ്പോൾ പെട്ടെന്ന് വെട്ടിക്കുമ്പോൾ ഇപ്പോൾ കത്രിക കൊണ്ട് അതിൽ വെട്ടുമ്പോഴേ പിന്നെ വടിക്കലും ബാക്കിലൊക്കെ ഒന്ന്, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വടിക്കാനായിട്ട് അങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് വടിക്കാൻ സമ്മതിക്കാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തല പെട്ടെന്ന് വെട്ടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് അങ്ങനെ ഒരു പേടി. അപ്പോൾ അങ്ങനെ ഡ്രിമ്മർ വെച്ചിട്ട് വടിക്കുള്ളൂ സൈഡൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. ഫസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വടിച്ചപ്പോൾ ഒന്ന് ചെറുതായിട്ടിത് ബ്ലഡ് തിരിച്ചു വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിന്നെ തൊട്ട് എനിക്ക് അങ്ങനെ ചെറിയൊരു പേടി. അപ്പോൾ അത് പിന്നെ തൊട്ട് ഞാൻ അങ്ങനെ വടിപ്പിക്കാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെട്ടിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ആൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കിയതാണ് കേട്ടോ. പിന്നെ അത് പിന്നെ തൊട്ട് അങ്ങനെ എനിക്കങ്ങനെ ഒരു പേടി. അപ്പം വെട്ടിക്കിനെ കാണുമ്പോഴേ പിന്നെ നമ്മൾ തലയൊക്കെ ശരിക്കും പിടിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇരുന്നൊന്നും വരില്ല. പിന്നെ നമ്മൾ തലയ്ക്ക് പിടിക്കുമ്പോൾ അവന് ദേഷ്യം വരും, ചിലപ്പോൾ പെട്ടെന്ന് കരച്ചിലൊക്കെ ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ വിഷുവൊക്കെ ആയിട്ട് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തു കേട്ടോ സുടുമോനെ. അപ്പോൾ സുടുമോനെ ഇന്ന് ഈ വെട്ടണത് നമ്മളെ സുടുമോനെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇരുന്ന് തരാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് സുടുമോനെ ഈ തന്നെ വെട്ടിക്കണത് കേട്ടോ. ഇതന്നെ വെട്ടിയെടുക്കണത് ഒരു കണക്കിനാണ് കേട്ടോ. പിന്നെ അതന്നെയല്ല കണ്ടമാനം മുടി നിറയും കേട്ടോ സുടുക്കുട്ടനെ. ഒരു മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ വെട്ടിക്കണം. അല്ലെങ്കിൽ സുടുമോൻ്റെ കണ്ണിൻ്റെ ഇടയ്ക്കൊക്കെ പിന്നെ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ചൂടുമല്ല, അപ്പോൾ മുടി അത്ര അധികം വെച്ച് നിർത്തണതും ശരിയല്ല. അപ്പോൾ എല്ലാ മാസം ലാസ്റ്റ് അവസാനം എന്തെങ്കിലും വെട്ടിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെയാണ് സുടുമോൻ്റെ മുടി വളരണത് കേട്ടോ. അപ്പോൾ ഗ്രോത്ത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ വേഗം വെട്ടിക്കും കേട്ടോ. 2 മാസമൊക്കെ ആവാൻ നിന്ന് കഴിഞ്ഞാൽ ആകെ അപ്പോൾ അത് കാരണം കൊണ്ട് തലമുടി കണ്ടമാനമായിട്ട് ഇങ്ങനെ നിൽക്കണം കാണുമ്പോഴാണ് സുടുമോൻ്റെ തലയ്ക്കൊക്കെ ഒരു വലിപ്പം ഇതൊക്കെ തോന്നണത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സത്യം പറയുന്നത് ചെയ്ത് വടിച്ച് കഴിഞ്ഞ് സുടുമോൻ്റെ തല തീരെ കുഞ്ഞിതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വടിപ്പിക്കില്ല. എനിക്കങ്ങനെ വടിച്ചിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ എന്തോ ഒരു വിഷമം ഇതൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ അത് കാരണം ഇങ്ങനെ തന്നെയാണ് എന്നും വെട്ടിക്കണത്. അപ്പോൾ അങ്ങനെ സുടുമോനെ വെട്ടിയൊക്കെ കഴിഞ്ഞ് സുടുമോൻ കുളിയൊക്കെ കഴിഞ്ഞ് കടയിലേക്കൊക്കെ ഒന്ന് പോകേണ്ടതുണ്ടായിട്ട് ആ പലചരക്ക് സാധനങ്ങളും വിഷുക്കായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവരുടെയും സാധനങ്ങളും അതെടുക്കലും അപ്പോൾ അങ്ങനെ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുടുമോനൊരു കസവും മുണ്ട് മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ സുടുമോന് മരുന്നൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വേഗം ഓട്ടോയൊക്കെ വിളിച്ച് ഞങ്ങൾ പോന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്തി കഴിഞ്ഞ് പിന്നെ സുടുമോൻ അധികം നേരം ഒന്നും ഉറങ്ങിയില്ല. അപ്പോൾ എണീറ്റ് ഭയങ്കര കളി കേട്ടോ. അപ്പോൾ എന്നെ കണ്ട വശം ഭയങ്കര കളി. പിന്നെ ഞാൻ വീഡിയോസ് എടുക്കേണ്ടതെന്ന് അവന് മനസ്സിലായി. അപ്പോൾ എന്നിട്ടും അവൻ എണീറ്റ് ഇങ്ങനെ എൻ്റെ തലേമ്മ പിടിച്ച് വലിക്കുക ഒന്നും ചെയ്തില്ല കേട്ടോ. ആൾ ഭയങ്കര കളി കളിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ സുടുമോനോട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അതിനിടയിൽ, സുടുവ ഇത് ഇങ്ങോട്ട് നോക്കിയാൽ മുണ്ട് നോക്കിയാൽ അമ്മ എന്നിട്ട് മേടിച്ചേക്കണം. അപ്പോൾ സുടുവിന് കസവും മുണ്ടൊക്കെ അതിനിടയിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ അമ്മ എന്നിട്ട് ചെയ്യണമെന്നുള്ള രീതിയിലാണ് കേട്ടോ സുടുമോനൊന്നും മനസ്സിലൊന്നും ആയിട്ടില്ല എന്ന് തോന്നണം കേട്ടോ. മുണ്ട് എന്തിനാ അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ ഇരിക്കണുള്ള മുണ്ട് ഇറക്കമൊക്കെ കുറഞ്ഞു കേട്ടോ. എന്താ വെച്ചാൽ സുടുമോ ഹൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കസവും മുണ്ട് മേടിക്കാമെന്ന് കേട്ടോ. അപ്പോൾ വിഷുവായിട്ട് ഒരു കസവും മുണ്ടും ഒരു ടീഷർട്ടാണ് കേട്ടോ വാങ്ങിച്ചത് സുടുമോന്. അപ്പോൾ നമ്മുടെ വിഷു വിശേഷങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. പിന്നെ വീട്ടിലുള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. വീട് വൃത്തിയാക്കുക, പിന്നെ നമുക്ക് കണിക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക. അതൊക്കെ ഇപ്പോൾ ഇന്ന് മേടിക്കില്ല, നാളെ മേടിക്കുള്ളൂ കേട്ടോ. രാവിലെ പോയി മേടിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിഷു. അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ എങ്ങനെയാണ് വിഷു? അപ്പോൾ നമ്മുടെ ചാനലപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക. എന്തായാലും എല്ലാവരും ഒന്ന് കമൻസൊക്കെ ഒന്ന് ഇട്ടുള്ളൂ കേട്ടോ. നമുക്ക് കമൻസൊക്കെ ഇട്ടാലല്ല നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ തെറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞൊക്കെ തരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ എൻ്റെ ഇതിൽ കമൻറ്റ് ബോക്സ് ഓഫായി പോകുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവണില്ല. പക്ഷേ ഞാനതിൽ ഓൺ ചെയ്തിടുമ്പോഴും റെഡി ആവണില്ല. അപ്പോൾ എനിക്ക് പലരും അങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു എന്താണാവുമെന്ന്. അപ്പോൾ എനിക്കറിയണില്ല കേട്ടോ അതെന്താന്ന് എങ്ങനെയാണെന്നൊന്നും.
അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ. പിന്നെ അതിനിടയിൽ ഞാൻ മുണ്ടൊന്നും കൂടി വെച്ച് കൊടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ സുടുമ്പോൾ തലക്കിട്ട് ഒരടി അടിക്കണം കേട്ടോ. അപ്പോൾ അവന് ദേഷ്യം വരുമ്പോൾ അങ്ങനെയൊക്കെ കാണിക്കും കേട്ടോ. പക്ഷേ അത് അവൻ്റെ സ്നേഹപ്രകടനവും ആയിരിക്കും കേട്ടോ. നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. പക്ഷേ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സുടുമോൻ അങ്ങനെ തലയമൊക്കെ അടിക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ക്യാരക്ടറാണ് കേട്ടോ. അതിൻ്റെ അടുത്തൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോണതേ അറിയില്ല കേട്ടോ. നമ്മൾ എന്ത് ചോദിച്ചാലും അങ്ങനെയൊക്കെ ഓരോന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അതേ കയ്യും കാലൊക്കെ പൊക്കി ഭയങ്കര കളിയായിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഷു വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടോളൂ കേട്ടോ. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക.